ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 1, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വ തിരുനാൾ. ഈ പുതുവർഷത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ദാവീദിൻ്റെ ഗോത്രത്തിൽ ഏറ്റവും അനുഗ്രഹദായകരായി മാറിയ അന്നായ്ക്കും യോവാക്കീമിനും വാർദ്ധക്യത്തിൽ ജനിച്ച മകളായ മറിയം അമലോത്ഭവയായി കർത്താവിൻ്റെ ഭക്തയായി വളർന്നു വന്ന കാലം ദൈവത്തിൻ്റെ ദൂതനെത്തി മറിയത്തോട് മംഗളവാർത്ത അറിയിച്ച നാൾ മുതൽ മറിയം പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി. കാലിത്തൊഴുത്തിൽ രക്ഷകന് ജന്മം നൽകിയ നേരം സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയം അങ്ങനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി. നക്ഷത്ര കിരീടം ചൂടി സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദത്തിൻ കീഴിലുമാക്കി. പ്രസാദവരപൂർണയായി ഇന്നും മറിയം പ്രശോഭിക്കുന്നു. ആഗോള കത്തോലിക്ക തിരുസഭ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ, ജനന തിരുനാൾ, സ്വർഗാരോഹണ തിരുനാൾ ഏറ്റവും ഭക്തിയോടെ കൊണ്ടാടുന്നു. വേളാങ്കണ്ണി മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വ്യാകുല മാതാവ്, ജപമാല രാജ്ഞി എന്നീ അപദാനങ്ങളാൽ ഭക്തർ മറിയത്തെ വാഴ്ത്തുന്നു. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.